ജിയോ തങ്ങളുടെ എൻട്രി ലെവൽ പ്രീപെയ്ഡ് പ്ലാൻ പിൻവലിച്ചതിന് തൊട്ടുപിന്നാലെ എയർടെല്ലും 249 രൂപയുടെ പ്ലാൻ നിർത്തലാക്കി. 2025 ഓഗസ്റ്റ് 20 അർദ്ധരാത്രി മുതൽ എയർടെൽ 249 രൂപയുടെ പ്രീപെയ്ഡ് പ്ലാൻ നിർത്തലാക്കി. 24 ദിവസത്തേക്ക് 1 GB പ്രതിദിന ഡാറ്റ, പരിധിയില്ലാത്ത കോളുകൾ, പ്രതിദിനം 100 SMS എന്നിവ വാഗ്ദാനം ചെയ്യുന്ന പ്ലാൻ നേരിട്ടുള്ള പകരക്കാരനെ പ്രഖ്യാപിച്ചിട്ടില്ല. ഇത് ഉപയോക്താക്കളെ വിലയേറിയ പ്ലാനുകളിലേക്ക് തള്ളിവിടുന്നു. താങ്ങാനാവുന്ന ഹ്രസ്വകാല റീചാർജുകളുടെ ദിവസങ്ങൾ എണ്ണപ്പെട്ടതായി തോന്നുന്നു. റിലയൻസ് ജിയോ അതിന്റെ ജനപ്രിയ 249 രൂപയുടെ പ്രീപെയ്ഡ് പ്ലാൻ നിശബ്ദമായി പിൻവലിച്ചതിനുശേഷം ഭാരതി എയർടെൽ അതേപടി പിന്തുടരുകയും സ്വന്തം 249 രൂപയുടെ ഓപ്ഷൻ നിർത്തലാക്കുകയും ചെയ്തു. എയർടെല്ലിന്റെ ഏറ്റവും ആക്സസ് ചെയ്യാവുന്ന എൻട്രി ലെവൽ റീചാർജായി പലരും കരുതിയിരുന്ന ഈ പ്ലാൻ ഒരു ബാലൻസ്ഡ് പാക്കേജ് വാഗ്ദാനം ചെയ്തു. 1 GB പ്രതിദിന ഡാറ്റ, പരിധിയില്ലാത്ത ലോക്കൽ എസ്.ടി.ഡി. റോമിംഗ് കോളുകൾ, കൂടാതെ പ്രതിദിനം 100 SMS. ഇത് 24 ദിവസത്തെ വാലിഡിറ്റി ഉണ്ടായിരുന്നു. ദീർഘകാല പാക്കുകളിൽ ഏർപ്പെടാതെ ബജറ്റ് സൗഹൃദ പ്ലാൻ ആഗ്രഹിക്കുന്ന ഉപയോക്താക്കൾക്ക് ഇത് ഒരു മികച്ച തിരഞ്ഞെടുപ്പാക്കി. എന്നാൽ എയർടെൽ താങ്ക്സ് ആപ്പിലെ ഒരു അറിയിപ്പ് പ്രകാരം പ്രാബല്യത്തിൽ വരുന്ന 2025 ഓഗസ്റ്റ് 20 റീചാർജ് 249 നിർത്തലാക്കും എന്ന് കമ്പനി പ്രഖ്യാപിച്ചു. ഈ പ്രസ്താവനയിൽ സംശയത്തിന് ഇടമില്ല. ഇപ്പോൾ മുതൽ എയർടെല്ലിന്റെ റീചാർജ് കാറ്റലോഗിൽ വരിക്കാർക്ക് ഇനി ഈ ഓപ്ഷൻ കണ്ടെത്താനാവില്ല. റിലയൻസ് ജിയോ 2 എൻട്രി ലെവൽ പ്ലാനുകൾ പിൻവലിക്കുന്നു. ദശലക്ഷക്കണക്കിന് സബ്സ്ക്രൈബർമാർക്ക് എൻട്രി ലെവൽ ബാർ ഉയർത്തിക്കൊണ്ടു. റിലയൻസ് ജിയോ അവരുടെ ഏറ്റവും താങ്ങാനാവുന്ന 2 പ്രീപെയ്ഡ് പ്ലാനുകൾ നിശബ്ദമായി പിൻവലിച്ചു. ടെൽകോ അതിന്റെ 209 രൂപ പാക്ക്, 22 ദിവസം, 1 GB ദിവസം 249 രൂപ പാക്ക്, 28 ദിവസം, 1 GB ദിവസം നിർത്തലാക്കിയതായി വ്യവസായ വൃത്തങ്ങൾ സ്ഥിരീകരിച്ചു. ഈ തീരുമാനം ഉപഭോക്താക്കൾക്ക് ജിയോയുടെ പുതിയ സ്റ്റാർട്ടിംഗ് ഓപ്ഷനായി 299 രൂപ പ്ലാൻ ഓൺലൈനായി നൽകുന്നു. ഈ പാക്ക് പ്രതിദിനം 1.5 GB ഡാറ്റയും 28 ദിവസത്തെ വാലിഡിറ്റിയും നൽകുന്നു. ഇത് ജിയോയുടെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിൽ നിലവിൽ ലഭ്യമായ ഏറ്റവും കുറഞ്ഞ വിലയുള്ള റീചാർജായി മാറുന്നു. ജിയോയുടെ ഓൺലൈൻ റീചാർജ് കാറ്റലോഗിൽ നിന്ന് പ്ലാനുകൾ അപ്രത്യക്ഷമായെങ്കിലും അവ ഇപ്പോഴും ഫിസിക്കൽ റീറ്റെയിൽ ഔട്ട്ലെറ്റുകളിൽ നിന്ന് വാങ്ങാം എന്ന് ഒരു ജിയോ എക്സിക്യൂട്ടീവ് വിശദീകരിച്ചു. എന്നിരുന്നാലും ജിയോയുടെ ആപ്പ് അല്ലെങ്കിൽ വെബ്സൈറ്റ് വഴി റീചാർജ് ചെയ്യുന്ന ഭൂരിഭാഗം ഉപയോക്താക്കൾക്കും ഈ മാറ്റം ഫലപ്രദമായി അടിസ്ഥാന പ്രീപെയ്ഡ് താരിഫ് 299 രൂപയിലേക്ക് പുനഃസജ്ജമാക്കുന്നു. എയർടെല്ലിന്റെ 249 രൂപ പ്ലാനിനോട് വിട പറയൂ. ഹ്രസ്വകാല വാലിഡിറ്റിയും അത്യാവശ്യ കോളിംഗ്, ഡാറ്റ ആനുകൂല്യങ്ങളും തേടുന്ന പ്രീപെയ്ഡ് ഉപഭോക്താക്കൾ 249 രൂപ പാക്ക് വ്യാപകമായി ഉപയോഗിച്ചുവരുന്നു. ഇത് നിർത്തലാക്കുന്നത് എയർടെല്ലിന്റെ പോർട്ട്ഫോളിയോയിൽ ഉയർന്ന വിലയുള്ള ബദലുകളിലേക്ക് ഉപയോക്താക്കളെ തള്ളിവിടുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിലവിൽ നിർത്തലാക്കപ്പെട്ട ഉൽപ്പന്നത്തിന് നേരിട്ട് പകരമായി എയർടെൽ ഒരു പ്ലാൻ പുറത്തിറക്കിയിട്ടില്ല. ഉയർന്ന വിലയ്ക്ക് സമാനമായ ഒരു പ്ലാൻ തിരിച്ചുവരുമോ എന്നതിനെക്കുറിച്ച് കമ്പനി മൗനം പാലിച്ചു. എന്നിരുന്നാലും ഇന്ത്യൻ ടെലികോം മേഖലയിലെ വളർന്നുവരുന്ന പ്രവണതയുമായി ഈ നീക്കം യോജിക്കുന്നു. ഓപ്പറേറ്റർമാർ ദീർഘകാല അല്ലെങ്കിൽ കൂടുതൽ പ്രീമിയം റീചാർജുകളിലേക്ക് വരിക്കാരെ പ്രേരിപ്പിക്കുന്നു. പലപ്പോഴും സ്ട്രീമിംഗ് സബ്സ്ക്രിപ്ഷനുകൾ അല്ലെങ്കിൽ അധിക ആനുകൂല്യങ്ങൾ പോലുള്ള ബണ്ടിൽ ചെയ്ത സേവനങ്ങൾ 249 രൂപ പ്ലാനിനെ ആശ്രയിച്ചിരുന്ന പതിവ് ഉപയോക്താക്കൾക്ക് ഈ മാറ്റം താങ്ങാനാവുന്ന വിലയിൽ മറ്റൊരു ഞെരുക്കമായി തോന്നിയേക്കാം, പ്രത്യേകിച്ച് പ്രതിബദ്ധതയേക്കാൾ വഴക്കം ഇഷ്ടപ്പെടുന്നവർക്ക്, ഡാറ്റയും കോളുകളും ആവശ്യമുള്ളവർക്ക്. എന്നാൽ കൂടുതൽ സമയമോ വിലയേറിയതോ ആയ ഓപ്ഷനുകൾക്കായി പണം ചെലവഴിക്കാൻ ആഗ്രഹിക്കാത്തവർക്ക് ഈ പാക്ക് നീക്കം ചെയ്യുന്നത് ഒരു ശ്രദ്ധേയമായ വിടവ് സൃഷ്ടിച്ചേക്കാം. എയർടെൽ പ്രവർത്തനം നിലച്ചത് നിരാശ വർദ്ധിപ്പിക്കുന്നു. എയർടെൽ 249 രൂപയുടെ റീചാർജ് അവസാനിപ്പിക്കാൻ തയ്യാറെടുക്കുന്നതിനിടെ അപ്രതീക്ഷിത തിരിച്ചടിയും നേരിടേണ്ടി വന്നു. തിങ്കളാഴ്ച ഓപ്പറേറ്റർക്ക് സേവന തടസ്സങ്ങൾ നേരിടേണ്ടി വന്നു. ഇത് നിരവധി ഉപയോക്താക്കളെ നിരാശരാക്കി. എയർടെൽ താങ്ക്സ് ആപ്പിൽ പ്രത്യേകിച്ച് ശ്രദ്ധേയമായ പ്രശ്നങ്ങൾ ഉൾപ്പെടെ പരാതികൾ പെരുകി. ഔട്ടേജ് ട്രാക്കിംഗ് പ്ലാറ്റ്ഫോമായ ഡൗൺഡിറ്റെക്ടർ അനുസരിച്ച് റിപ്പോർട്ടുകളുടെ എണ്ണം ഗണ്യമായി വർദ്ധിച്ചു. ഏകദേശം IST വൈകുന്നേരം 4.30 3500-ലധികം പരാതികൾ എത്തി. തടസ്സങ്ങൾ ദിവസത്തിലെ വാർത്തകളിൽ ചേർത്തു. നിരവധി സബ്സ്ക്രൈബർമാരെ ഇരട്ടി പ്രഹരമേൽപ്പിച്ചു.
അവരുടെ പ്രിയപ്പെട്ട ബജറ്റ് പ്ലാനുകളിൽ ഒന്ന് പിൻവലിക്കുകയാണെന്ന് അറിഞ്ഞതോടെ സേവനങ്ങൾ ആക്സസ് ചെയ്യുന്നതിൽ പ്രശ്നം. ഇപ്പോൾ എയർടെൽ ഉപയോക്താക്കൾക്ക് കമ്പനിയുടെ നിലവിലുള്ള പ്രീപെയ്ഡ് ലൈനപ്പിൽ നിന്ന് മറ്റ് റീചാർജ് ഓപ്ഷനുകൾ പര്യവേക്ഷണം ചെയ്യുകയല്ലാതെ മറ്റു മാർഗമില്ല. ടെൽകോ പുതിയൊരു പകരക്കാരനെ അവതരിപ്പിക്കുമോ? ഒരുപക്ഷേ ഉയർന്ന താരിഫിൽ എന്ന് കണ്ടറിയണം.